മുഖ്യമന്ത്രി ചർച്ചകൾ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ രണ്ട് നേതാക്കന്മാരിലേക്ക് എല്ലാ കണ്ണുകളും എത്തി നിൽക്കുകയാണ്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി അന്തിമ തീരുമാനമെടുക്കും. പ്രിയങ്കയുടെ നിലപാട് ഏറെ പ്രസക്തമാണ്. കേരളത്തിൽ നിന്നുള്ള MP-യാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ ഇതുവരെ ചർച്ചകളിൽ നിന്ന് മാറി നിന്ന പ്രിയങ്കയെ കൂടി ഉൾപ്പെടുത്തിയുള്ള നീക്കങ്ങൾക്കാണ് ഹൈക്കമാൻഡ് മുൻതൂക്കം നൽകുന്നത്. സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയുടെ പേരിന് മുൻതൂക്കം നൽകിയപ്പോൾ പ്രിയങ്ക ഗാന്ധി KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പ്രഖ്യാപനം വൈകിപ്പിക്കില്ലെന്നും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. 63 MLA-മാരിൽ ഏറ്റവും കൂടുതൽ പേർ ആരെയാണ് പിന്തുണച്ചത് എന്നത് മാത്രമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അത് പരിഗണിക്കുമ്പോൾ KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കഴിഞ്ഞ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സോണിയാഗാന്ധിയുമായി ചില ഔപചാരിക ചർച്ചകൾക്ക് മാത്രമാണ് ഇനി സാധ്യതയെന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ ഘടകകക്ഷികൾക്കും വലിയ എതിർപ്പുണ്ടാവില്ല എന്നുമാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രഖ്യാപനം കേരളത്തിൽ വെച്ച് വേണോ അതോ ഡൽഹിയിൽ വെച്ച് വേണോ എന്ന കാര്യമാണ് ഇനി തീരുമാനിക്കാനുള്ളത്. ഡൽഹിയിൽ വെച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖർഗെയോ ആയിരിക്കും പ്രഖ്യാപനം നടത്തുക. കേരളത്തിലാണെങ്കിൽ നിയമസഭാ കക്ഷിയോഗം വിളിച്ച് ഹൈക്കമാൻഡിന്റെ തീരുമാനം അവിടെ വെച്ച് അറിയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം അനുനയ രീതിയിൽ ഉപമുഖ്യമന്ത്രി പദം ഉണ്ടായേക്കും എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും നിലവിൽ ഇതിന് സാധ്യതയില്ല എന്ന വിവരമാണ് ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. MLA-മാരുടെ പിന്തുണയിൽ KC വേണുഗോപാലിന് സാധ്യത കൽപ്പിക്കുമ്പോൾ 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് KC കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നത്. പ്രിയങ്ക ഗാന്ധിയുമായി നടത്തിയ ചർച്ചകളാണ് KCക്ക് അനുകൂലമായി ഭവിച്ചത്. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിങ്ങനെ 4 പേരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ രാഹുലും പ്രിയങ്കയും KC വേണുഗോപാലിനെ അനുകൂലിച്ചപ്പോൾ സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്കാണ് കൈ ചൂണ്ടിയത്. മല്ലികാർജ്ജുൻ ഖർഗെ VD സതീശനെയാണ് പിന്തുണച്ചത്. 4-ൽ 2 പേർ പിന്തുണച്ചതോടെയാണ് KC വേണുഗോപാലിന് നറുക്കു വീണതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമസഭാ കക്ഷിയിലെ MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പരമ്പരാഗതമായ രീതി. ഭൂരിഭാഗം MLA-മാരും KCയെയാണ് പിന്തുണച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നത്. ഇതിനു പിന്നാലെയാണ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട ശേഷം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞാണ് നേതാക്കളെ കേരളത്തിലേക്ക് തിരിച്ചുവിട്ടത്. ഇതിനുശേഷം നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. മുൻ മുഖ്യമന്ത്രി AK ആന്റണി അടക്കം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം വീണ്ടും ശേഖരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രിയങ്കയുടെ പിന്തുണയും തീരുമാനത്തെ സ്വാധീനിക്കുമെന്നിരിക്കെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. ഘടകകക്ഷികൾ പ്രിയങ്ക ഗാന്ധിയെ നിലപാട് അറിയിക്കുകയും ചെയ്തു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന മുസ്ലിം ലീഗിന്റെ തീരുമാനം തള്ളിയതിലുള്ള അമർഷം പാർട്ടിക്കുണ്ട്. എന്നാൽ ഇവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കാര്യങ്ങൾ എളുപ്പത്തിലാക്കിയത്. മുസ്ലിം ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ പ്രിയങ്ക ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത്. ഇത് മുസ്ലിം ലീഗ് അംഗീകരിച്ചോ അതോ പഴയ നിലപാടിൽ തന്നെ മുറുകെ പിടിക്കുമോ എന്നതിൽ വ്യക്തതയുണ്ടായിട്ടില്ല. എന്തായാലും ഘടകകക്ഷികൾക്കും അഭിപ്രായം പറയാനുള്ള അവസരം ലഭിച്ചതിൽ കോൺഗ്രസിനോട് നന്ദി പറയുന്നുണ്ട് നേതാക്കന്മാർ. ഡൽഹിയിൽ നിന്നുള്ള നല്ല വാർത്തകൾക്കായി ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും കാത്തിരിക്കുകയാണ്.